CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ ഇഡി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. CMRLുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വീണ ഹാജരാക്കിയില്ല എന്നും ഇഡി. വിവരങ്ങളുമായി ഡി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷവും ഇഡി പറയുന്നത് വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇഡി. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ 8.5 മണിക്കൂർ സമയമാണ് വീണ ടിയെ ഇഡി കൊച്ചിയിൽ ചോദ്യം ചെയ്ത്. പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നുള്ളതാണ് ഇഡിയുടെ വിലയിരുത്തൽ. കാരണം CMRLും ഒപ്പം തന്നെ വീണ ടിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഇഡിയുടെ കൈവശമുണ്ടായിരുന്നു. പക്ഷേ ആ രേഖകൾ അനുസരിച്ചുള്ള ചോദ്യം ചെയ്യൽ വീണ ടിക്ക് അതിനനുസരിച്ചുള്ള മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. വീണ പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ഇടപാടുകളും നേരിട്ടുള്ള ചർച്ചകൾ വഴി ആയിരുന്നു. അത് സംബന്ധിച്ച രേഖകളൊന്നും തന്നെ തൽക്കാലം വീണയുടെ പക്കലില്ല. മാത്രവുമല്ല, എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അത് പ്രവർത്തനരഹിതമാണ്. ആ കമ്പനിയുടെ കമ്പ്യൂട്ടറുകളിലായിരുന്നു ഇടപാടുകൾ സംബന്ധിച്ച പല രേഖകളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉത്തരങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ള മറുപടിയാണ് പല ചോദ്യങ്ങൾക്കും ഇഡിക്ക് മുന്നിൽ വീണ നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് വീണയെ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ തരത്തിലുള്ള മറുപടികൾ ലഭ്യമായില്ല എന്നുള്ളതാണ് ഇഡിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊച്ചിയിലേക്ക് വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിൽ CMRLൻ്റെ MD ഒഴികെ CMRLൻ്റെ MD ശശിധരൻ കർത്തയുടെ ഭാര്യ, ഒപ്പം തന്നെ 2 മക്കൾ, ഇവരെല്ലാം ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഇനി 2 ഉദ്യോഗസ്ഥരുണ്ട്. അതുകൂടാതെ CMRLൻ്റെ MD ശശിധരൻ കർത്തയുണ്ട്. ഇത്രയും ആളുകളെ കൂടി ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും ഇഡി വീണ ടിയിലേക്ക് എത്തും എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം 2,78,00,000 രൂപ സേവന പ്രവർത്തനങ്ങൾ നടത്താതെ വീണ കൈപ്പറ്റി എന്നുള്ളതിന് വ്യക്തമായ രേഖകൾ ഉണ്ടായിരുന്നിട്ടും അത് സംബന്ധിച്ച് ആ പൈസ എങ്ങനെയാണ് ലഭിച്ചത്, ആ പൈസയുമായി ബന്ധപ്പെട്ട മറ്റ് ഇടപാടുകൾ ഏതൊക്കെ തരത്തിലായിരുന്നു, അതായത് വീണ ടിക്ക് കൈമാറിയ പൈസ വീണ എന്തൊക്കെ കാര്യങ്ങൾക്കായി വിനിയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് വലിയ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമായി ഇഡിക്ക് മുന്നിൽ ഉള്ളത്. കാരണം SFIO നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരുടെ കൈവശം വീണയും CMRLുമായിട്ടുണ്ടായിരുന്ന ചില ഇടപാടുകൾ, ആ ഇടപാടുകൾ സാധൂകരിക്കുന്ന തരത്തിലുള്ള 134 രേഖകൾ SFIOയുടെ കൈവശമുണ്ട്. ആ രേഖകളുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇന്നലെ വീണയെ ചോദ്യം ചെയ്തത്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിൽ തന്നെയും റിപ്പോർട്ട് സംബന്ധിച്ചും അതിൻ്റെ അനുബന്ധ രേഖകൾ കണക്കിലെടുത്തുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായും വീണയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അതായത് SFIO നൽകിയ വിവരങ്ങൾ അനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ 7 ദിവസത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ഇനി CMRLിൽ നിന്നുള്ള വിവരങ്ങൾ ഏകദേശം പൂർത്തിയാകാൻ 2 ദിവസം കൂടി, അന്വേഷണം പൂർത്തിയാകാൻ ഏകദേശം 2 ദിവസം കൂടി എടുക്കും എന്നുള്ള വിവരങ്ങളും ഉണ്ട്. ഈ CMRL എന്ന് പറയുന്ന കമ്പനി കൂടാതെ തന്നെ മറ്റ് അനുബന്ധമായ 2 കമ്പനികളുണ്ട്. ഈ കമ്പനികളുമായി വീണ ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിൽ വീണ ടി വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ഈ സ്ഥാപനവുമായി CMRLുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഒന്നും തന്നെ നിലവിൽ കൈവശമില്ല. ഉണ്ടായിരുന്ന രേഖകളൊക്കെ തന്നെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പ്യൂട്ടറുകളിലായിരുന്നു. ആ കമ്പ്യൂട്ടറുകളും കമ്പനിയും എല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. കമ്പനി പൂർണ്ണമായും അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അതുകൊണ്ട് തന്നെ രേഖകൾ കൈവശമില്ല എന്ന മറുപടിയിരുന്നു. പക്ഷേ ആ മറുപടി അംഗീകരിക്കാൻ ഇഡി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ആണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും ഇഡി ചോദ്യം ചെയ്തതിനെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 27-ാം തീയതി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. വീണയെ ചോദ്യം ചെയ്യുകയും ഒപ്പം തന്നെ പരിശോധന നടത്തിയിരുന്നു. അന്ന് ലഭിച്ച ചില രേഖകൾ, അത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചുള്ള ബാങ്ക് രേഖകളാണ്. ബാങ്ക് രേഖകളും ഒപ്പം അതുകൂടാതെ തന്നെ മൊബൈൽ ഫോണുകൾ ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖകളുമായിട്ടുള്ള പരിശോധനയും തുടരുകയാണ്. ആ പരിശോധന കൂടി, അതിൻ്റെ ഫലം കൂടി ലഭിച്ചതിന് ശേഷം വീണയെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ
ED എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വീണ്ടും വീണ EDക്ക് മുന്നിലേക്ക് എത്തപ്പെടും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം 2,78,00,000 രൂപ ചിലവിട്ടതുമായി ബന്ധപ്പെട്ട രേഖകൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടത് EDക്ക് ആവശ്യമാണ്. ഇത്രയും തുക CMRൽ നിന്നും വീണ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള വ്യക്തമായ രേഖകൾ SFIOയിൽ നിന്നും EDക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും വീണയിലേക്ക് ED എത്തണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ ആഴ്ച ഈ മാസം അവസാനത്തോടു കൂടി വീണ്ടും വീണയെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ED. വീണയുടെ മൊഴികൾ പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. CMRലുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും വീണ ഹാജരാക്കിയില്ല എന്നും ED പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D ബിനോയാണ്.